ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ്. വെൽക്കം. അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി. ദ സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ. നഴ്സ് അമീനയുടെ ദുരൂഹ മരണം. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കുറ്റിപ്പുറം അമാന ഹോസ്പിറ്റലിൽ ജൂലൈ 12-ന് ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ പല്ലാരിമംഗലം പുലിക്കുന്നേപ്പടി സ്വദേശി പുതിയടത്തുകുന്നേൽ മിഥിലാജിന്റെ മകളും അമാന ഹോസ്പിറ്റലിലെ നഴ്സുമായിരുന്ന അമീനയുടെ ദുരൂഹ മരണത്തിൽ അന്വേഷണം നടത്തി അമീനക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് മിഥിലാജും മാതാവ് ഭീമയും ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അമീനയുടെ വീട്ടിലെത്തിയ കോതമംഗലം MLA ആന്റണി ജോണിന് കുടുംബം പരാതി കൈമാറുകയായിരുന്നു. പല്ലാരിമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, മുൻ പ്രസിഡന്റ് PK മൊയ്തു, CPIM ലോക്കൽ സെക്രട്ടറി MM ബക്കർ, യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മണലുംപാറ എന്നിവരും MLAയോടൊപ്പമുണ്ടായിരുന്നു. അമീനയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സംഭവം ശ്രദ്ധയിൽപ്പെട്ട സമയം മുതൽ തന്നെ രക്ഷിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അമീനയുടെ സഹപാഠികൾക്കുമൊക്കെ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കുമൊക്കെ വലിയ തോതിലുള്ള സംശയം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. ഈ മാസം 12-ാം തീയതിയാണ് അവിടെ കുറ്റിപ്പുറത്തുള്ള അമാന ഹോസ്പിറ്റലിൽ പാരാമെഡിക്കൽ കോഴ്സിന് ശേഷമുള്ള ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 2.5 വർഷക്കാലമായി ആ ആശുപത്രിയിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായി ജോലി ചെയ്തു വരികയായിരുന്നു. അമീനയെ സംബന്ധിച്ച് കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ഏറ്റവും ആക്റ്റീവായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 2,000 രൂപയിൽ തുടങ്ങി അവസാനം വരുമ്പോൾ 3,000 രൂപയാണ് ഈ കുട്ടിക്ക് ഒരു മാസം കൊടുത്തിരുന്നത്. അത് തന്നെ കൃത്യമായി കൊടുത്തിരുന്നില്ല. അതിന് പുറമെ അവിടെ ആശുപത്രിയുടെ ജനറൽ മാനേജറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായി കുട്ടിയെ മാനസിക പീഡനം ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള പ്രവണതയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. വീണ്ടും മാനസികമായിട്ടുള്ള വലിയ പീഡനമടക്കം കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് 12-ാം തീയതി ഇങ്ങനെ ഒരു വാർത്ത, ഒരു ദുരന്ത വാർത്ത ഇവിടെ ആശുപത്രി അധികൃതരല്ല മറ്റേ കുടുംബക്കാരെ വിളിച്ചറിയിക്കുന്നത്, സുഹൃത്തുക്കളാണ് വിളിച്ചറിയിക്കുന്നത്. അമീനയുടെ മരണം ആത്മഹത്യയാണെന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഷ്യം. എന്നാൽ അമീന ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ലെന്നും ആശുപത്രി മാനേജർ അബ്ദുൾ റഹ്മാൻ എന്നയാളുടെ നിരന്തരമായ മാനസിക പീഡനമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും കുടുംബം പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്നും മാനേജർ അമീനയോട് പറഞ്ഞിരുന്നു. മാസം വെറും 3,000 രൂപയെന്ന തുച്ഛമായ വേതനത്തിലാണ് അമീന ഇവിടെ 2.5 വർഷക്കാലമായി ജോലി ചെയ്തിരുന്നത്. മുഖ്യമന്ത്രിക്ക് എത്രയും പെട്ടെന്ന് പരാതി കൈമാറുമെന്നും അമീനക്ക് നീതി ലഭിക്കാനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും MLA കുടുംബത്തിന് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.